ഞങ്ങൾ ഇന്ന് വീട്ടിലൊരു അൽഫാം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എപ്പോഴും പിള്ളേർക്ക് പുറത്തുനിന്നാണ് വാങ്ങിക്കാറ്. അപ്പൊ ഇന്ന് വീട്ടിൽ തന്നെ ഒന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. അതിനുള്ള പ്രിപ്പറേഷൻസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഇതേ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കി അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സവാള എടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഇത്ര വലിയ കഷ്ണങ്ങളായിട്ട് എടുക്കുന്നത് കേട്ടോ. ഇനി ഒരു തക്കാളി അതിന് കൂടെ അരിഞ്ഞിടാം. ഇതെല്ലാം കൂടി പേസ്റ്റ് ആക്കിയിട്ട് വേണം നമുക്ക് അതിലേക്ക് പരത്താനായിട്ട്. ഇതിലേക്ക് ഇതിന്റെ മസാലപ്പൊടി ഉണ്ട്, അൽഫാം മസാലയാണ്. അതൊക്കെ 4 സ്പൂൺ ഇടാം. കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ആവശ്യത്തിന് ഇടാം, ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർക്കാം. ഇനി കുറച്ച് വിനാഗിരി 4 സ്പൂൺ വിനാഗിരി ഒഴിക്കാം. വിനാഗിരി ഇല്ലാത്തവർക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചാലും മതി കേട്ടോ. ഞങ്ങൾ വിനാഗിരിയാണ് എടുക്കണേ. 4 സ്പൂൺ ജാറിലേക്ക് മാറ്റാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിലേക്ക് ഒഴിക്കണം. വിനാഗിരി ചേർക്കുന്നത് കൂടുതലും ഇറച്ചിക്ക് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അത് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഇപ്പൊ അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനി അത് കഴുകി വരഞ്ഞു വെച്ച ചിക്കനിലേക്ക് ഇടാൻ പോകുന്നു. സ്കിന്ന് കളഞ്ഞ ചിക്കനാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. സ്കിന്നുള്ളതാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇത് ഈ വരഞ്ഞു വെച്ചേക്കുന്ന ചിക്കനിലേക്ക് നന്നായിട്ട് തട്ടി കൊടുക്കാം. നല്ലോണം മസാല പിടിച്ചാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞങ്ങൾ ഒരു ചിക്കനാണ് വാങ്ങിച്ചത്, 4 പീസാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം വരഞ്ഞു വെച്ചതിന്റെ ഉള്ളിലോട്ടൊക്കെ നല്ലോണം ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 4 മണിക്കൂർ നേരം സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഇത് കുക്ക് ചെയ്യുള്ളൂ. ഇതിപ്പോ സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ 4 മണിക്കൂർ നേരം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ശരിയാക്കി എടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കത് എയർ ഫ്രയറിലേക്ക് മാറ്റി റെഡിയാക്കാം. പീസ് വയ്ക്കാൻ പറ്റുള്ളൂ. നമുക്കിത് ആദ്യം റെഡിയാക്കി എടുക്കാം. ഇത് 150 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് 10 മിനിറ്റത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്.
സ്മെല്ലൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. മറിച്ചിടാം. നമുക്കൊരു 10 മിനിറ്റിലേക്കും കൂടി റെഡിയാക്കാൻ വെക്കാം. അപ്പോൾ 10 മിനിറ്റ് ടൈം ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. പ്ലേറ്റിലേക്ക് വെക്കാം. നല്ല തോന്നുന്നുണ്ടോ? ശരിയാക്കാൻ നമ്മുടെ അൽഫാം റെഡി ആയി. നമുക്ക് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കാം എല്ലാവരും. സൂപ്പറായിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നൊന്നും ഇല്ല. ഞങ്ങൾ സ്വന്തമായിട്ട് അൽഫാം ഉണ്ടാക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ ട്രൈ ചെയ്താൽ സൂപ്പറായിട്ട്